ലോകമാസകലം ഇരുന്നു കൊണ്ട് ആരാധനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളെയും ആശീർവദിക്കണമേ. ഉടമ്പടിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന മക്കളെ ഏറ്റെടുക്കണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന എല്ലാവരും എസ്രാ 8:21 ദൈവസന്നിധിയിൽ ഏത് പറഞ്ഞേ? ദൈവസന്നിധിയിൽ ഞങ്ങളെ തന്നെ എളിമപ്പെടുത്തുന്നതിനും മക്കളോടും വസ്തുവകളോടും കൂടെയുള്ള ഞങ്ങളുടെ യാത്ര സുഗമമാകുന്നതിനും വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതിന് നദീതീരത്ത് വെച്ച് ഞാനൊരു ഉപവാസം പ്രഖ്യാപിച്ചു. ഉപവാസത്തിൻ്റെ ലക്ഷ്യം എന്താണ്? ദൈവത്തോട് ഉപവാസത്തിലൂടെ എന്താ ചെയ്യണത്? നോൻപിലൂടെ എന്താ ചെയ്യണത്? ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്? മക്കളോടൊത്ത് ഈ യാത്ര സുഗമമാക്കണം. ജീവിതയാത്ര മക്കളോടൊത്ത് മരുമക്കളോടൊത്ത് ഈ യാത്ര സുഗമമാക്കണം. അപ്പം നിൻ്റെ ജീവിത പങ്കാളി ചില പറഞ്ഞില്ല, എൻ്റെ അച്ഛാ അവൾ ഫോൺ പോലും വിളിക്കണില്ല അച്ഛാ, അഥവാ ഞങ്ങളെ വിളിക്കണമെങ്കിൽ അവൾ കൊച്ചിന് കൊടുക്കും അച്ഛാ എന്ന് പറയും. അപ്പോഴ് കൊച്ചിനോട് പറയും അമ്മയ്ക്ക് കൊടുക്കും, എനിക്ക് അമ്മയോടാ സംസാരിക്കേണ്ടതെന്ന് പറയും. അമ്മയ്ക്കൊന്നും സംസാരിക്കാനില്ല, അമ്മ ഫോൺ വാങ്ങിക്കുന്നില്ല അപ്പ എന്ന് പറയും. അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ ജീവിതയാത്ര സുഗമമല്ല. പലരുടെയും ജീവിതയാത്ര, കുടുംബ ജീവിതയാത്ര സുഗമമല്ല. അപ്പം നമ്മൾ കർത്താവിനോട് പറയും, കർത്താവ് ഞങ്ങൾ എന്തുകൊണ്ടാണ് പല കാര്യങ്ങളും ഞങ്ങൾ ചെയ്തിട്ടും കുടുംബ ജീവിതം സമാധാനത്തിൽ വരാത്തത്? അപ്പോഴേ കർത്താവ് എന്താ പറഞ്ഞത്? പ്രാർത്ഥനയും ഉപവാസവും കൊണ്ടല്ലാതെ ഇത് ക്രമീകരിക്കാൻ പാടായി വരും. എൻ്റെ ദൈവത്തിൽ നിൻ്റെ ജീവിതം തകർന്നതാണോ? പടല പിണക്കങ്ങളും തൊഴുത്തിൽ കൊത്തുകളും വാശിയും വൈരാഗ്യവും തൻപോരിമ മനോഭാവവും കൊണ്ട് അകന്നു പോയതാണോ? ജീവിതയാത്ര സുഗമമല്ലേ? അല്ലെങ്കിൽ അങ്ങനെയാണെങ്കിൽ എസ്രാ 8:21 നീ വായിച്ച് പഠിച്ച് പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹം പ്രാപിക്കണം. എന്താണ്? മക്കളോട് മാത്രമല്ലേ, വസ്തുവകളോടും. കാര്യം വസ്തുവക കാരണമാണല്ലോ ഇപ്പോൾ പിണങ്ങി നിൽക്കുന്നത്. പാക ഉടമ്പടി ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടായത് പല കുടുംബങ്ങളിലും. എന്താണ്? അവരളന്ന് നോക്കിയിട്ട്, ഇപ്പോൾ ചില അമ്മമാർ പറയും അമ്മമാരുടെ ഓഹരിയുണ്ട്, ശരി. അപ്പോൾ എന്താണ് അളന്ന് നോക്കിയിട്ട് എന്താ പറയണത്? അപ്പോൾ അമ്മ ചില മക്കളോട് പ്രത്യേക താല്പര്യം കാണിക്കും, പ്രത്യേകിച്ച് പെൺമക്കളോട്. അപ്പോൾ അവരോട് ആ മക്കൾ പറയും, അവർക്ക് നമ്മൾ ഇത്രയും കൊടുത്തതല്ലേ, 20 ലക്ഷം കൊടുത്തതല്ലേ, 50 പവൻ കൊടുത്തതല്ലേ, അത്രയും ഞങ്ങളുടെ ഓഹരി ഇല്ലല്ല, അതൊന്നും ഇപ്പം കൂട്ടണ്ടെന്ന് അമ്മ പറയും. തീർന്നില്ല പരിപാടി. അതൊന്നും ഇപ്പോൾ കൂടേണ്ട കാര്യമില്ല, അപ്പൻ്റെ സ്വത്താണ്, പിതാക്കന്മാരുടെ സ്വത്താണ്, വിഭജിക്കുമ്പോൾ അപ്പനാ. അതെങ്ങനെ സാധിക്കും? അനീതിയല്ലേ സംഭവം? അവർക്ക് കൊടുത്തതല്ല. അവർ കൊടുത്തതിൻ്റെ അകത്ത് ഇതെല്ലാം തുല്യമായിട്ട് വീതിക്കുമ്പോൾ തുല്യ ഓഹരി കൊടുക്കണം, അത് സംശയമില്ലാത്ത കാര്യമാണ്. പക്ഷേ തുല്യ ഓഹരി നമ്മൾ കൊടുത്തതിൻ്റെ ബാക്കി ആ മക്കളെ വെറുതെ ഇങ്ങനെ വട്ടപൂജ്യമാക്കി കളയുമ്പോൾ അമ്മമാരങ്ങനെ ഉണ്ട്, എനിക്കറിയാം. കാര്യം ഇവിടെ ഒരു ഇഷ്യൂ ഉണ്ടാക്കിയിട്ട് ഇവിടുന്ന് തല്ലിപ്പിടഞ്ഞ് പോയാൽ അവളുടെ വീട്ടിൽ പോയി നിൽക്കാൻ വേണ്ടി തീരുമാനിക്കുന്ന അമ്മമാരാണ് ഇങ്ങനെയുള്ള വട്ടം ചവിട്ടണത്. മനഃപൂർവ്വം ഉണ്ടാക്കണതാണ് ഇതെല്ലാം പ്രശ്നങ്ങൾ. ഈ ഉപവാസം കണ്ടി ഒരു നോൻപ് കൊണ്ട് തീരാത്ത പ്രശ്നങ്ങൾ ഒത്തിരി ഉണ്ട് കുടുംബങ്ങളിൽ. കാര്യം ഇവരുടെ മനോഭാവമല്ലേ മാറേണ്ടത്. അതുകൊണ്ട് കർത്താവ് എന്താ പറയും? നിങ്ങളുടെ വസ്ത്രങ്ങളല്ല ഹൃദയങ്ങളാണ് കീറേണ്ടത്. അതാണ് സംഭവം. വസ്ത്രങ്ങളല്ല ഹൃദയങ്ങളാണ് കീറേണ്ടത്. ഞാൻ ഏതെങ്കിലും വശം പറയുകയല്ല, നമുക്ക് വശം പറയാൻ പറ്റത്തില്ല. കാര്യം എന്താ? കർത്താവ് നീതിയായിട്ടുള്ള കാര്യങ്ങൾ കുടുംബത്തിൽ നടക്കണം. ഈ വസ്തുവകളോടും കൂടെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എസ്രാ 8:21 പറയുന്നത് എന്താണ്? മക്കളോടും വസ്തുവകളോടും കൂടെ. അപ്പോൾ വസ്തുവകൾ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. വസ്തുവകൾ കൈകാര്യം ചെയ്യുമ്പോൾ മക്കൾക്കെല്ലാം, ഇപ്പോൾ ചില അപ്പന്മാർ, മണ്ടന്മാർ, അമ്മമാർ
ശുദ്ധഗതിക്കാരും ഉണ്ടാകും. അതാണല്ലോ ഈ അനാഥാലയത്തിൻ്റെ എണ്ണം കൂടണത്. അപ്പന്മാരും മണ്ടന്മാരും അമ്മമാർ ശുദ്ധഗതിക്കാരുമായതുകൊണ്ടാണ് അനാഥാലയത്തിൻ്റെ എണ്ണം കൂടണത്. എന്താണ്? അവരുടെ ഓഹരി പോലും വെക്കാതെ എല്ലാ മക്കൾക്ക് വേണ്ടി വിധിച്ചു കളയും. ഒപ്പിട്ട് കൈ കെട്ടി കഴിയുമ്പോൾ മക്കൾ ആരാണ് നിങ്ങൾ മനസ്സിലാകും. ഒപ്പിടണവരെ നിങ്ങളുടെ മക്കളെ നിങ്ങൾക്കറിയാൻ പറ്റാതെ വരും. പാകോടുമ്പോൾ ഒപ്പിടണവരെ നിങ്ങളുടെ മക്കളെ നിങ്ങൾക്കറിയാൻ പറ്റാതെ വരും. ഒപ്പിട്ട് കഴിയുമ്പോൾ ഇവരാരാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാകും. എന്താ കാര്യം? പിന്നെ നിങ്ങളെ എങ്ങനെ പാക്ക് ചെയ്യാം. പിന്നെ അവിടെ പറഞ്ഞത് എന്താണ്? പിന്നെ മര്യാദ കടങ്ങി ഒടുങ്ങി കിടന്നേക്കണം. ബുദ്ധിമൂലം ഇല്ല, എല്ലാം ഒപ്പിട്ട് കൊടുത്തില്ല എന്ന് മകൾ ചോദിക്കുമ്പോൾ മരുമകൾ പറഞ്ഞത് എന്താണ്? മര്യാദ കടങ്ങി കിടക്കണം. ഞാൻ കിടന്നാൽ ഞാൻ ഭക്ഷണം തരാം എന്ന് പറയും. ഒക്കെ ഒപ്പിട്ട് കഴിഞ്ഞപ്പോൾ വിവരം അറിഞ്ഞു. അതെന്തുകൊണ്ടാണ്? ശുദ്ധഗതിക്കാരായത് കൊണ്ടാണ്. എങ്ങനെയാണ് ശുദ്ധഗതി വന്നത്? ഈ സംരക്ഷണം പോയത് എങ്ങനെ? മക്കളുടെ ആക്രമണങ്ങളിൽ നിന്ന് മാതാപിതാക്കന്മാർക്ക് എങ്ങനെ സംരക്ഷണം പോയി? ദാറ്റ്സ് മൈ ക്വസ്റ്റ്യൻ. ഞാൻ ചോദിക്കാം, അമ്മച്ചി ഇങ്ങനെ ചെയ്തത് ശരിയാണോ? അവർ നോക്കുക, അവരെൻ്റെ മക്കളല്ലേ എന്ന് പറയും. അത് നിങ്ങൾ സ്വാപ്പിട്ട കുഞ്ഞുങ്ങളെ കുളിപ്പിക്കണ കാലമില്ല, 5 വയസ്സ്. അതായിരുന്നു അവിടെ ഇവിടെ നിലയിരിക്കണത്. ചില മാതാപിതാക്കന്മാർക്ക് ഇപ്പോഴും പറയണത് എൻ്റെ മകളിങ്ങനെ വളർന്നെന്നാണ് ഓർക്കണത്. മകനെങ്ങനെ വളർന്നു അവർക്കറിയത്തില്ല. അവിടെ മനസ്സിലൊക്കെ ഇരിക്കണ പണ്ടത്തെ 5ാം ക്ലാസ്സുകാരനാണ് മനസ്സിലിരിക്കണത്. അതൊക്കെ പോയി, ആ കാലം പോയി. ഇപ്പം അവന് 10, 30, 40 വയസ്സുണ്ട്. അവർ നിങ്ങളെ പെട്ടിക്ക് വരെ അച്ചാരം കൊടുത്തിട്ടാണ് ഇരിക്കണത്. അപ്പോൾ എന്താ? നിങ്ങളെ ശുദ്ധഗതി കൊണ്ടാണ് വന്നിരിക്കുന്നത്. ഇതെന്താ സംഭവിച്ചിരിക്കുന്നത്? ഒരു പരിധി വരെ ഇത് പ്രൊട്ടക്ഷൻ പോയത് കൊണ്ടാണ്, സംരക്ഷണം. കാര്യം നിങ്ങളെ കർത്താവിനെ അടുപ്പിക്കണില്ല. കർത്താവിനെ അടുപ്പിച്ചിട്ടുണ്ടെങ്കിൽ കർത്താവ് പറയും മകളെ ഇപ്പം അത് ചെയ്യേണ്ട, അല്ലെങ്കിൽ കർത്താവ് തട്ടി മാറ്റും. ഞാനൊരു 21 ലക്ഷം കുടുംബങ്ങളെ കണ്ടിട്ടുണ്ട് കൗൺസിലിങ്ങിലൂടെ. അതായത് ആ വിഷയം കർത്താവ് ഏറ്റെടുത്താൽ ഈ വിഷയം നടത്തിക്കാതെ കൊണ്ടുപോകും. നടത്തിച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കാൻ പോകുന്നത് കർത്താവിന് അറിയാം. അതുകൊണ്ടാണ് ഇതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നീ നിരന്തരം ഉപവസിക്കണം. ആഴ്ചയിൽ 1 പ്രാവശ്യങ്ങൾ ഉപവസിക്കണം. പ്രസംഗങ്ങൾ കൂടുതലാണെങ്കിൽ, പ്രസംഗങ്ങൾ കീറാമുട്ടിയാണെങ്കിൽ. പക്ഷേ ഇപ്പം നോൻപ് കാലം നല്ല സമയമാണ്. ഞാനിതൊക്കെ പറയാൻ കാര്യം മനസ്സിൽ നിന്നിട്ട് പറയണതല്ല. എസ്രാ എഴുതിയിരിക്കണേണ്ടത് 8:21. എന്താണ്? മക്കളോടും വസ്തുവകളോടും കൂടെ യാത്ര സുഗമമാകുന്നതിന് വേണ്ടി ഞാനൊരു ഉപവാസം പ്രഖ്യാപിച്ചെന്ന്. ഇപ്പോൾ വലിയ നോൻപ് കാലത്ത് അതിന് ഭൗതികമായ വശമുണ്ട്, വസ്തുവകൾ കൈകാര്യം ചെയ്യുന്ന വശമുണ്ട്, മക്കളുമായിട്ട് ജീവിക്കുന്ന വശങ്ങളുണ്ട്. എല്ലാം കൂടിയാണ് നിൽക്കുന്നത്. അപ്പോൾ ഉപവാസ എസ്രാ നിങ്ങൾ കൃത്യമായിട്ട് വായിക്കണം. എന്തെങ്കിലും കുടുംബത്തിൽ സമാധാനം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മക്കൾ ആ വചനം വായിച്ചുകൊണ്ട് അതനുസരിച്ച് ഉപവസിച്ചുകൊണ്ട് അതനുസരിച്ച് ദൈവകൃപയ്ക്ക് വേണ്ടി കുടുംബത്തെ സമർപ്പിക്കണം. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കും. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. യേശുവേ കൈകൾ ഉയർത്തി അതിശക്തമായിട്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. യേശുവേ ആരാധന. ഹല്ലേലൂയ. കർത്താവേ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ ഉടമ്പടി സാക്ഷിയാക്കി എന്നെയും എൻ്റെ കുടുംബത്തെയും അനുഗ്രഹിച്ച ഈശോയ്ക്കും അമ്മ മാതാവിനും കോടാനുകോടി നന്ദി അർപ്പിക്കുന്നു. എൻ്റെ പേര് ആൻസി ജസ്റ്റിൻ. ഞങ്ങൾ കുമ്പളങ്ങിൽ നിന്നാണ് വരുന്നത്. ഇത് എൻ്റെ ഭർത്താവ് ജസ്റ്റിൻ, മോൻ അശ്വിൻ, മോള് ലെന. ഞാൻ ഉടമ്പടി എടുക്കുന്നത് 2023 ഒക്ടോബർ 13 ആദ്യമായി ഞാൻ ഉടമ്പടി എടുക്കുന്നത്. ഞാൻ ഉടമ്പടിയിലേക്ക് വരുന്നത് എൻ്റെ അനിയത്തി ഭർത്താവും ഉടമ്പടി എടുത്തതിൻ്റെ അവരുടെ അനുഭവങ്ങൾ, അവരുടെ വാക്കുകൾ കേട്ട് എനിക്ക് ഉടമ്പടിയിലേക്ക് ഞാൻ വരുന്നത്. ഞാൻ ഉടമ്പടിയിൽ ആദ്യമൊക്കെ ഒരു വിശ്വാസം എനിക്ക് തോന്നിയിരുന്നില്ല. കാരണം ദൈവത്തോട് പ്രാർത്ഥിക്കണമെങ്കിൽ എന്തിനാണ് ഉടമ്പടി എടുക്കുന്നതെന്ന്, ആ ഉടമ്പടി എടുക്കാതെ ദൈവം പ്രാർത്ഥന കേൾക്കില്ലേ എന്നുള്ള ഒരു വിശ്വാസമൊക്കെ എനിക്കുണ്ടായിരുന്നു. അപ്പോൾ അനിയത്തിയുടെ ഭർത്താവ് എന്നോട് ഒരു ദിവസം പറഞ്ഞു, ചേച്ചി നമ്മുടെ അവസ്ഥകളൊക്കെ ഇങ്ങനെയൊക്കെയാണ്, നമുക്ക് എന്തെങ്കിലും ഒരു അവസ്ഥകൾ വരുമ്പോൾ ആരുണ്ടാകും നമ്മുടെ കൂടെ. അപ്പം ഞാൻ ആ ഒരു വാക്ക് എൻ്റെ മനസ്സിൽ വളരെയേറെ ചിന്തിപ്പിച്ച ഒരു കാര്യമായിരുന്നു. കാരണം എൻ്റെ ഭർത്താവിന് 2019 നവംബർ 13 സ്ട്രോക്ക് വന്നതാണ്. ആ സമയത്തൊന്നും എനിക്ക് ഉടമ്പടിയെക്കുറിച്ചോ എൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചോ ഒന്നും എനിക്കറിയില്ലായിരുന്നു. ഞാൻ എന്നിരുന്നാലും കൃപാസനത്തിലെ ജപമാല പുസ്തകം വെച്ച് ഞാൻ എപ്പോഴും ആശുപത്രിയിലൊക്കെ ചെന്ന് ജപമാല ചൊല്ലി തന്നെ പ്രാർത്ഥിച്ചു പോരുന്ന ഒരു വ്യക്തിയായിരുന്നു. ഞാൻ ഇത്
ഇങ്ങനെ പറഞ്ഞപ്പോഴേക്കും ഞാൻ വീട്ടിൽ പറഞ്ഞ്, അപ്പോൾ ഭർത്താവ് അങ്ങനെ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. കാരണം ഇത് നമ്മൾക്ക് ചെയ്യാൻ പറ്റുമോ അങ്ങനെയുള്ള ഒരു ഇതുണ്ടായിരുന്നു. ഞാൻ അതിനായിട്ട് ഒരു 2 മാസത്തോളം ഒരുങ്ങി. സാക്ഷ്യങ്ങളൊക്കെ അവർ ആദ്യം ആഴ്ച കഴിയുമ്പോൾ ആദ്യമൊക്കെ എനിക്ക് കേൾക്കാനായിട്ടൊരു ബുദ്ധിമുട്ടായിരുന്നു, സ്കിപ്പ് ചെയ്ത് കളയുമായിരുന്നു. പിന്നെ അത് ഓരോന്നും നമ്മളുടെ ജീവിതത്തോട് ബന്ധപ്പെടുത്തി വരുന്ന ഒരു അനുഭവമായിട്ട് എനിക്ക് തോന്നി. ഞാൻ കൂടുതൽ സാക്ഷ്യങ്ങൾ കേൾക്കാൻ തുടങ്ങി, കൃപാസന പത്രങ്ങൾ വായിക്കാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് ഒരുപാട് ആഴത്തിൽ വിശ്വാസമായി. അപ്പോൾ ഞാൻ എൻ്റെ ഭർത്താവിനോടും ഞാൻ പറഞ്ഞു, നമ്മൾക്ക് ഇനി ഇങ്ങനെ പോയെന്നാൽ ശരിയാവില്ല, നമുക്കത് ഉടമ്പടി എടുക്കാം. അങ്ങനെ ഞാൻ ഒരുങ്ങി കൃപാസനത്തിൽ വന്ന് ഞാനും മോനും കൂടെ വന്ന് ഉടമ്പടി എടുക്കാമെന്ന്. അപ്പോഴും എൻ്റെ കൂടെ ഒരു ചേച്ചി വന്നിരുന്നത്, എൻ്റെ സ്വന്തം അപ്പച്ചൻ്റെ ചേട്ടൻ്റെ മോള്. അപ്പോൾ ചേച്ചിനോട് ഞാൻ പറഞ്ഞു, അവിടെ തിരക്കാണെങ്കിൽ ഞാൻ ചിലപ്പോൾ പോകും, എനിക്കങ്ങനെ ഇത്രയും നേരം ഒരുപാട് നേരം നിൽക്കേണ്ടി വരുമല്ലോ, മോള് വീട്ടിലൊറ്റക്കാണ് വൈകുന്നേരം വരുമ്പോൾ എന്നൊക്കെ വിചാരിച്ച് ഞാനിങ്ങനെ പോന്നു. പക്ഷേ ഇവിടെ വന്നിരുന്ന ആ പുറകിൽ നിന്ന് ഞാൻ ജപമാല ചൊല്ലിക്കഴിഞ്ഞപ്പോൾ നോക്കിയപ്പോഴേക്കും കൗണ്ടറിൽ ഒരാൾ പോലും ഇല്ല. ഞാൻ രാവിലത്തെ 11 മണിക്കത്തെ ഇത് ടോക്കൺ എടുത്ത് ഞാൻ ഉടമ്പടി എടുക്കാനായിട്ട് ഞാൻ കയറി. അങ്ങനെ ഞാൻ വിശ്വസിച്ച് എന്നെ പ്രാർത്ഥിച്ചു. ഞങ്ങൾ ന്യൂറോൻ്റെ ഡോക്ടറെ കാണിക്കുന്ന സമയത്ത് നവംബറിൽ EG ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞിരുന്നത് ഞങ്ങളോട്. അപ്പം ഞങ്ങൾ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ ഒക്ടോബർ ലാസ്റ്റ് ആഴ്ചയിൽ ടെസ്റ്റിന് പോയപ്പോഴേക്കും ടെസ്റ്റ് സമയത്ത് തന്നെ ചിലപ്പോൾ ഞങ്ങൾ രാവിലെ ചെയ്തിട്ട് ഉച്ചയ്ക്ക് കാണിക്കണതാണ് ചെയ്യണത്, സാധാരണ അപ്പോൾ അങ്ങനെയാണ് ചെയ്യണത്. അപ്പം ഞങ്ങൾ ബുക്ക് ചെയ്യാൻ വേണ്ടി ചെന്നപ്പോഴേക്കും അവർ പറഞ്ഞു രാവിലെ തന്നെ ചെയ്തിട്ട് ഉച്ചയ്ക്ക് കിട്ടാറില്ല, ഇപ്പോൾ 2 ദിവസത്തെ താമസമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. ഞങ്ങളങ്ങനെ ഡേറ്റ് ബുക്ക് ചെയ്തിട്ട് പോന്ന്, ഒരു തിങ്കളാഴ്ച ദിവസം നോക്കിയാൽ മതിയെന്ന് പറഞ്ഞു. അങ്ങനെ തിങ്കളാഴ്ച ദിവസം ഞങ്ങൾ ബുക്ക് ചെയ്തു. അപ്പോൾ നവംബർ 13-ാം തീയതിക്കാണ് അവർ ബുക്ക് ചെയ്ത് തന്നത്. ഞങ്ങൾ പോയി ടെസ്റ്റ് എടുത്തു. പിറ്റത്തെ തിങ്കളാഴ്ചത്തേക്ക് ഡോക്ടറിനോട് ബുക്ക് ചെയ്യാനും കാണിക്കാനും വേണ്ടി എഴുതിയിട്ട് പോന്നു. ഞാനപ്പോൾ വീട്ടിൽ ടെസ്റ്റൊക്കെ ചെയ്ത് വീട്ടിൽ വന്ന് 2 ദിവസമൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ഓർത്തത് ഈ ഒരു ഡേറ്റിനെ പറ്റി. ഞാൻ ഇവരോട് ആരോടും പറഞ്ഞില്ല, കാരണം ഞാൻ ഉടമ്പടി എടുത്തത് ഒക്ടോബർ 13-ാം തീയതി, ആദ്യമായിട്ട് അസുഖം വന്നത് നവംബർ 13-ാം തീയതി, ഇപ്പോൾ EG ചെയ്തത് നവംബർ 13-ാം തീയതി. ഞാൻ എൻ്റെ അമ്മമാതാവിനോട് പറഞ്ഞു, അമ്മമാതാവ്, ഞാൻ അമ്മയിൽ വിശ്വസിക്കുന്നു, എനിക്ക് അവിടെ നിന്ന് സങ്കടപ്പെട്ട് പോരാനുള്ള ഇടവരുത്തരുത്, എൻ്റെ കൂടെ ഉണ്ടാകണമെന്ന്. ഞാൻ ഈ 3 ഡേറ്റുകൾ മനസ്സിൽ വെച്ച് എന്നെ പ്രാർത്ഥിച്ചു. ഡോക്ടറിൻ്റെ റൂമിൽ ചെന്ന് ടെസ്റ്റ് റിപ്പോർട്ട് കാണിച്ചു. ഡോക്ടർ പറഞ്ഞു, എങ്ങനെയുണ്ട് ഇപ്പോൾ? കുഴപ്പമില്ല. ഡോക്ടർ തന്നെ അന്ന് ഈ സ്ട്രോക്ക് വന്ന സമയത്ത് ബ്ലഡ് ചെറുതായിട്ട് സ്പ്രെഡ് ആയിട്ടുണ്ടായിരുന്നു, അതൊന്നും ഇപ്പോൾ കാണാൻ ഇല്ല. അപ്പം ഞാൻ ഈ ഉടമ്പടി എടുത്തപ്പോൾ മുതൽ ഈ തലയിൽ തൈലം തേക്കുകയും തേനും ഉപ്പുമൊക്കെ കൊടുക്കുകയും ഞാൻ ചെയ്തിരുന്നു. അപ്പം ആ നിമിഷം എനിക്കുണ്ടായ സന്തോഷവും സമാധാനവും എന്ന് പറയണത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയേറെ അനുഗ്രഹമായിരുന്നു എൻ്റെ കുടുംബത്തിന് എനിക്ക് തന്നിരുന്നത്. ആ ഒരു അനുഗ്രഹത്തിന് ഓർത്ത് ഈശോയ്ക്കും അമ്മ മാതാവിനും ഒരുപാട് നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ എൻ്റെ മോന് +2ൻ്റെ സമയത്ത് എന്ത് കോഴ്സ് എടുക്കണമെന്ന് അറിയില്ലായിരുന്നു. അവൻ ഒരു ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു. അവന് എന്ത് കോഴ്സ് എടുക്കണമെന്നും എങ്ങനെ പോകണമെന്നൊന്നും ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു. ഞങ്ങളപ്പോൾ ഈശോനോട് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ സമയത്ത് ഞാൻ മക്കളും ഇതുപോലെ തന്നെ ജപമാല പേഴ്സണലായിട്ട് തന്നെ ചൊല്ലാറുണ്ട്. അവരോട് ഞാൻ പറഞ്ഞു, എന്ത് തീരുമാനം എടുക്കണമെങ്കിലും ഈശോയോടും അമ്മ മാതാവിനോട് ചോദിച്ച് തന്നെ ചെയ്യണം. അപ്പോൾ അവനൊരു ACCA + BCom എന്നുള്ളൊരു കോഴ്സിനെ പറ്റി അവൻ പറഞ്ഞു. പക്ഷേ എനിക്ക് അതിനെപ്പറ്റി കൂടുതലായിട്ടൊന്നും അറിയത്തില്ലായിരുന്നു. അപ്പോൾ ഞാനിത് ഓറിയൻറ്റേഷൻ ക്ലാസ്സിൽ പോയപ്പോഴേക്കും അവിടെ പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ട് തന്നെ എനിക്ക് ഭയങ്കര പേടിയായിപ്പോയി. ഞാനിവനോട് ചോദിച്ചേടാ, നമുക്ക് പറ്റണതാണോ, ഇല്ലെങ്കിൽ വേണ്ട, നമുക്ക് വേറെ എന്തെങ്കിലും നോക്കാം. അവനൊന്നും വേണ്ട, ഞാൻ നോക്കിക്കോളാം എന്ന് തന്നെ പറഞ്ഞു. ഇപ്പോൾ അവൻ ആ ഒരു 4th പേപ്പർ കംപ്ലീറ്റ് ചെയ്ത് ഡിഗ്രിയുടെ ഫസ്റ്റ് സെമസ്റ്ററും കഴിഞ്ഞ് നിൽക്കുന്നു. പിന്നെ അതുപോലെ തന്നെ എൻ്റെ മോളുടെ SLC പരീക്ഷ കഴിഞ്ഞ വർഷം കഴിഞ്ഞ് 95% മാർക്ക് ഉണ്ടായിരുന്നു. സയൻസിനായിരുന്നു അഡ്മിഷൻ വെച്ചിരുന്നത്. സയൻസ് ഭയങ്കര ടൈറ്റായിരുന്നു കഴിഞ്ഞ വർഷം കിട്ടാനായിട്ട്. ഒരിടത്തും കിട്ടുന്നില്ല. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞ്, സെക്കൻഡ് കഴിഞ്ഞ്, തേർഡ് കഴിഞ്ഞു, എന്നിട്ട് എങ്ങും അഡ്മിഷൻ കിട്ടുന്നില്ല. ഞങ്ങളാകെ വിഷമത്തിലായി. ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാത്ത അത്രയുള്ള ബുദ്ധിമുട്ടിലായി. ജപമാല ചൊല്ലൽ മാത്രം, വീട്
ജനലും വാതിലും തുറക്കാൻ പോലും പറ്റാണ്ട് അകത്തിരുന്ന് കരച്ചിൽ തന്നെ. ഇത്രത്തോളം മാർക്ക് കിട്ടിയിട്ടും എങ്ങും അഡ്മിഷൻ കിട്ടുന്നില്ലല്ലോ എന്നോർത്ത്. മോളുടെ മാത്രമല്ല, മോളുടെ കൂടെയുള്ളവർക്ക് 2-3 പിള്ളേരുണ്ടായിരുന്നു. അവർക്ക് ഫുൾ A+ ഒക്കെ ഉണ്ടായിട്ട് പോലും അവർക്കും കിട്ടുന്നില്ല. എല്ലാ പാരൻസും ബുദ്ധിമുട്ടില്ല. ഞങ്ങളെല്ലാവരും വീട്ടിലിരുന്ന് ഈ ജപമാല ചൊല്ലൽ തന്നെയായിരുന്നു. ഞാനപ്പോൾ എൻ്റെ മോൾക്ക് മാനേജ്മെൻറ്റ് സീറ്റിൽ അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഫോം കൊടുത്തിരുന്നു. അപ്പം ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു സ്കൂളുണ്ടായി. ആ സ്കൂളിൽ കിട്ടാനായിട്ട് ആ സ്കൂളിലെ യൂണിഫോം എനിക്ക് വളരെയേറെ ഇഷ്ടമായിരുന്നു. കാരണം വൈറ്റും ആഷുമായിരുന്നു അവിടുത്തെ യൂണിഫോം. അപ്പം ഞാൻ ആ യൂണിഫോം ഇട്ട് എൻ്റെ മോൾ അവിടെ പോകുന്നത് ഞാൻ അവിടെ മനസ്സിൽ സങ്കല്പിച്ച് തന്നെ മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഈ സ്കൂളിൽ മുറ്റത്ത് ഞാൻ എപ്പോഴും പോകും. ഞങ്ങളുടെ പള്ളിയും സ്കൂളും ഒന്നിച്ച് അവിടെ പോകുമ്പോൾ ഉപ്പിട്ട് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പക്ഷേ അവിടുത്തെ സാറുമാരൊക്കെ എന്നോട് പറഞ്ഞു, കിട്ടാനുള്ള ഒരു സാധ്യതയുമില്ല, നിങ്ങൾ പുറത്ത് എവിടെയെങ്കിലും പോയി ചേരാനായിട്ട് പറഞ്ഞു. ഞാനങ്ങനെ ഒരു പ്രൈവറ്റ് അഡ്മിഷൻ എടുത്തു കഴിഞ്ഞപ്പോഴേക്കും അന്ന് മോൾക്ക് കുഴപ്പമില്ല. തിരിച്ച് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര കരച്ചിലായി. ഞാനൊരു ആവറേജ് സ്റ്റുഡൻ്റ് ആണെന്ന് പോലും ആരും കരുതിയില്ല. ഇങ്ങനെ ഒരു സ്കൂളിൽ ഞാൻ പോകില്ല, 1 വർഷം പോയാലും കുഴപ്പമില്ല, ഞാനിങ്ങനെ നിന്നോളാം എന്ന് പറഞ്ഞ് കരച്ചിലായി. ഞങ്ങൾക്കാകെ പ്രയാസമായി. ഞങ്ങൾ പിന്നെ അമ്മ മാതാവിനോടല്ലാണ്ട് വേറെ ആരോട് ഞങ്ങളുടെ സങ്കടം പറയാനാണെന്ന് ഓർത്ത് പ്രാർത്ഥിച്ച് തന്നെ നിന്നു. ആ സമയം മാനേജ്മെൻറ്റിൻ്റെ സീറ്റിന് വളരെ വലിയ ആൾക്കാരൊക്കെയാണ് അവിടെ റെക്കമെൻഡ് ചെയ്തിരുന്നത്. അപ്പോൾ എനിക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യാൻ ആരുമില്ലായിരുന്നു. ഞാൻ എൻ്റെ ഒരു കസിനായിട്ടുള്ള ഒരു അച്ഛനോട് പറഞ്ഞു. അപ്പോൾ അച്ഛൻ പറഞ്ഞു റെക്കമെൻഡ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. ഞാൻ ഈ പേപ്പറുമായിട്ട് ചെന്നപ്പോഴേക്കും അച്ഛൻ പനിയായിട്ട് ഹോസ്പിറ്റലിലായിരുന്നു. അച്ഛൻ ഓഫീസിൽ കൊടുത്തേക്കാൻ പറഞ്ഞു. ഞാൻ ഓഫീസിൽ കൊടുത്ത് പിറ്റേ ദിവസം ചെന്ന് മേടിച്ചപ്പോഴേക്കും ടു റിമെമ്പർ എന്ന് മാത്രമേ അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഞാനപ്പോൾ എൻ്റെ ദൈവമേ, ഇതുകൊണ്ട് എന്ത് കിട്ടാനാണ്? ഇത്രയേറെ പിള്ളേർ വരുന്ന സമയത്ത് അത് എല്ലാവരും 100 മേടിച്ച് നിൽക്കുന്ന പിള്ളേർക്ക് പോലും കിട്ടുന്നില്ല. എന്ത് ചെയ്യുമെന്ന് ഓർത്തിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. ഈ അഡ്മിഷൻ വരും, റിസൾട്ട് മാനേജ്മെൻറ്റ് റിസൾട്ട് വരുന്നു എന്ന് പറഞ്ഞ് 2-3 ദിവസമായിട്ടും റിസൾട്ട് വരുന്നില്ല. ഞാൻ അന്വേഷിച്ചപ്പോഴേക്കും അവർ പറഞ്ഞു ഇത്തവണ ടൈറ്റാണ്, പ്രാർത്ഥിക്കുക, അല്ലാണ്ട് ഒന്നും ചെയ്യാൻ പറ്റണില്ലെന്ന്. ഞാൻ അച്ഛനെ വിളിച്ച് ചോദിച്ചു, അച്ഛൻ എന്തെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ? മോളാകെ ഭയങ്കര അവസ്ഥയിലാണ്. അച്ഛൻ പറഞ്ഞു, എടി നീ പ്രാർത്ഥിക്കുക, അല്ലാണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ റിസൾട്ട് വന്ന് സ്കൂൾ തുറക്കണതിൻ്റെ അന്നാണ് മാനേജ്മെൻറ്റ് റിസൾട്ട് വന്നത്. അപ്പോൾ ആ ഒരു ഉച്ചക്ക് 3 മണിയായപ്പോൾ കൊച്ചി ഒരു കയ്യിൽ ജപമാല പിടിച്ച് ഒരു കയ്യിൽ മാതാവിൻ്റെ ഒരു ഫോട്ടോ ഞാൻ വാങ്ങിച്ച റൂമിൽ വെച്ച് അതെടുത്ത് നെഞ്ചത്ത് വെച്ച് മാതാവിനോട് കരഞ്ഞ് പറഞ്ഞുകൊണ്ട് ഞാൻ ഇനി അങ്ങോട്ട് വരുന്നില്ല, എന്നെ ഉപേക്ഷിച്ചെങ്കിൽ ഇനി അമ്മ മാതാവിൻ്റെ അടുത്തേക്ക് ഞാൻ അങ്ങോട്ട് വരുന്നില്ല എന്ന് പറഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിച്ച് കരഞ്ഞ് കിടന്ന് ഞാനിത് കരച്ചിലായിട്ട് ഞാൻ മുറിയിലേക്ക് പുറത്ത് പോന്നു. ഒരു 2 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ മമ്മി എന്ന് പറഞ്ഞ് വിളിക്കണ സ്വരം കേട്ട് ഞാൻ ഓടിച്ചെന്നപ്പോഴേക്ക് ഫോണിൽ മെസ്സേജ് വന്നിരിക്കുന്നു, ഞങ്ങൾക്ക് അഡ്മിഷൻ, ഞാൻ ആഗ്രഹിച്ച സ്കൂളിൽ അഡ്മിഷൻ കിട്ടി എന്നുള്ളത്. അപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. പിറ്റേ ദിവസം അവിടെ അഡ്മിഷൻ എടുക്കാൻ ചെന്നപ്പോൾ ഞങ്ങൾക്ക് കിട്ടില്ല എന്ന് പറഞ്ഞാൽ സാറ് തന്നെ ചോദിച്ചു, നിങ്ങൾക്ക് ഇവിടെ കിട്ടിയല്ലേ? അപ്പോൾ ഞങ്ങൾ എന്നാ കിട്ടി സാറേ. അപ്പോൾ അഡ്മിഷൻ ടെസ്റ്റ് ചെയ്ത് ഡേറ്റും പേരും ഒക്കെ പേര് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും സാറിങ്ങനെ താഴത്തോക്കിയാണ് നോക്കണത്. അപ്പോൾ സാറ് ചോദിച്ചു, എന്താ പേര്? അല്ല എന്നാ സാറ് താഴത്തേക്ക് നോക്കിയിട്ട് കണ്ടില്ല, പിന്നെ മുകളിലേക്ക് നോക്കിയപ്പോൾ ഏറ്റവും ഫസ്റ്റ് തന്നെ കിടക്കണം മോളുടെ പേര്. എനിക്ക് സന്തോഷം കൊണ്ട് എന്താ പറയണമെന്നറിയാൻ പാടില്ല. അച്ഛനപ്പോൾ തന്നെ ഈ സാറപ്പോൾ തന്നെ പറയണാണ്, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആരാ റെക്കമെൻഡ് ചെയ്താൽ ഇങ്ങനെ ഫസ്റ്റ് വന്നോന്നുണ്ടെങ്കിൽ ആൾ ചില്ലറക്കാരല്ലത്. ഞാൻ പറഞ്ഞു, എൻ്റെ അമ്മ മാതാവല്ലാണ്ട് എനിക്ക് ആരുമില്ലായിരുന്നു സഹായത്തിന്. ഞാൻ അത്രത്തോളം മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഉടമ്പടി എടുത്ത സമയത്തിന് മുമ്പായിട്ട് എനിക്ക് ഓവറി സിസ്റ്റിൻ്റെ ഒരു വേദനയുണ്ട്. രാത്രി ഒരുപാട് വിഷമിച്ച് വേദനിച്ച് നിലവിളിച്ച് തന്നെ ഞാൻ ഉറങ്ങിപ്പോകണത്. കാരണം എനിക്ക് അത്രയും വേദനയായിരുന്നു. ഞാൻ ആരോടും എൻ്റെ സഹോദരങ്ങളോട് ആരോടും പറഞ്ഞിട്ടില്ല. ഉടമ്പടി നിയോഗത്തിൽ ഞാൻ വെച്ചിട്ടില്ല. ഞാൻ അപ്പോഴും എൻ്റെ ഭർത്താവിന് സുഖമില്ലാണ്ടിരുന്നപ്പോൾ തുടങ്ങി ഞാൻ പ്രാർത്ഥിക്കണം വിശുദ്ധ കുരിശിനോടായിരുന്നു. വിശുദ്ധ കുരിശിനോട് ഞാൻ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. ആദ്യം കൊണ്ട് ആയുസിൻ്റെ ഒരു നിമിഷം പോലും കൂട്ടാൻ പറ്റില്ല. പക്ഷേ എൻ്റെ പ്രാർത്ഥന അങ്ങയുടെ കൈകളിലേക്ക് എത്തുമെങ്കിൽ ഞങ്ങൾക്ക് രോഗസൗഖ്യം നൽകുമെന്ന് ഉറപ്പായിട്ട് ഞാൻ വിശ്വസിക്കുന്നുവെന്ന്. ആ സമയം ഈ ഉടമ്പടി എടുത്തപ്പോൾ തുടങ്ങി ഞാൻ ഈ തൈലവും തേനും എല്ലാം ഉപയോഗിച്ച് വയറിലൊക്കെ കുരിശ് വരച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. ഇപ്പോൾ വരെ എനിക്ക് ആ വേദന വന്നിട്ടില്ല. അതുപോലെ തന്നെ എനിക്ക് ഇയർ ബാലൻസിൻ്റെ ബുദ്ധിമുട്ട് വരുന്നതായിരുന്നു, അതും ഇപ്പോൾ വരെ എനിക്ക് വന്നിട്ടില്ല. അങ്ങനെ ഓരോ അനുഗ്രഹങ്ങളും ഞങ്ങളുടെ കുടുംബത്തിന് തന്ന അമ്മ മാതാവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദി അർപ്പിക്കുന്നു.
കാരുണ്യ പ്രവർത്തികളായിട്ട് ഞാൻ ചെയ്യുന്നത് എനിക്ക് പറ്റുന്ന രീതിയിൽ എൻ്റെ കുടുംബത്തിലുള്ളവർക്ക് സഹായങ്ങൾ, ചെറിയ രീതിയിൽ സഹായങ്ങൾ നൽകാറുണ്ട്. അതുപോലെ തന്നെ എനിക്ക് ഉപവാസം എടുക്കുന്ന ബുധനാഴ്ച ദിവസങ്ങളിൽ 2 പൊതി ചോറൊക്കെ കെട്ടിയിട്ട് 2 കിലോമീറ്ററോളം ഞാൻ വണ്ടി ഓടിച്ച് പോയിട്ട് ലോട്ടറിയൊക്കെ വിൽക്കണ, കാലൊക്കെ ഇല്ലാത്ത വീൽ ചെയറിലൊക്കെ വിൽക്കണ ഒരു ചേട്ടനുണ്ട്. അവർക്ക് ഞാൻ ഓരോ പൊതി ചോറ് കൊണ്ടുപോയി കൊടുക്കാറുണ്ട്. പിന്നെ അടുത്തൊക്കെ വൃദ്ധസദനങ്ങളുണ്ട്, അവിടെ ഞാനും എൻ്റെ കൂട്ടുകാരും കൂടെ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വാങ്ങിച്ചവിടെ കൊടുക്കാറുണ്ട്. പിന്നെ 2 ആഴ്ച കൂടുമ്പോഴേക്കും കുമ്പസാരവും പ്രാർത്ഥന ഇത് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ മക്കളാണെങ്കിലും പേഴ്സണലായിട്ട് തന്നെ ഇപ്പോൾ ഭർത്താവും എവിടെ പരിപാടിയുണ്ട്, എന്താണെങ്കിലും രാത്രി വൈകി ഏറെ ആണെങ്കിലും പ്രാർത്ഥന ചൊല്ലാണ്ട് ഇപ്പോൾ കിടക്കില്ല. അങ്ങനത്തെ ഒരവസ്ഥയിലായിരുന്നു. കാരണം പ്രാർത്ഥന അത് നിർബന്ധം പോലെ തന്നെയായി. ഇപ്പം നമുക്കത് നമ്മുടെ ജീവിതത്തിൽ അത്രത്തോളം നമുക്ക് ഓരോ അനുഗ്രഹങ്ങൾ കിട്ടും തോറും നമ്മൾ എന്ത് പ്രതിസന്ധി വന്നാലും ഇപ്പോൾ തളർന്നു പോകാറില്ല. കാരണം നമുക്കത് ഇന്നല്ലെങ്കിൽ നാളെ ദൈവം കൈവിടില്ല എന്നുള്ള ഉറപ്പിന്മേൽ തന്നെയാണ് ഞങ്ങൾ മുമ്പോട്ട് പോകുന്നത്. എന്നോട് ചില സമയത്തൊക്കെ ഭർത്താവ് ചോദിക്കാറുണ്ട്, ഇത്രത്തോളം ബുദ്ധിമുട്ടൊക്കെ വന്നിട്ടും താൻ എന്താ ഇങ്ങനെ ചിരിച്ചോണ്ട് നടക്കണേ, തനിക്കൊരു കുഴപ്പമില്ലല്ലോ എന്ന് പറയും. അത് ഞാൻ പറയണത്, ചിരിച്ചണ്ട് കിടന്നാലും അത് ഈശോയും മാതാവിനെ ഏൽപ്പിച്ച് കൊടുത്തിട്ട് ഞാൻ നടക്കണം. എൻ്റെ ധൈര്യമാണത്. ആദ്യം പിടിച്ച് തരുന്നാലും മരുന്നിന് കൊടുക്കാൻ നേരം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് എല്ലാം ദൈവത്തിന് കൊടുത്താൽ നമുക്കുള്ള ആ ഒരു ആത്മബലം ഈശോ തന്നെ തരുമെന്നുള്ള അടിയുറച്ച വിശ്വാസത്തിലാണ് ഞാൻ നടക്കണതെന്ന്. അപ്പം ഞാൻ എന്ത് പ്രതിസന്ധി എൻ്റെ മക്കൾക്ക്, ഭർത്താവിന് ആർക്ക് വന്നാലും ഞാൻ അവരോടൊക്കെ ഇത് തന്നെ പറയും. അതുപോലെ ഞാൻ എൻ്റെ കൂട്ടുകാരോട് പറഞ്ഞ് 2-3 പേര് എൻ്റെ കൂടെ വന്നുകൊണ്ട് ഉടമ്പടി ഇവിടെ എടുത്തിട്ടുണ്ട് ആദ്യമായിട്ട്. അങ്ങനെ അവർക്കും വലിയ വലിയ അനുഗ്രഹങ്ങൾ ഇപ്പോൾ അവർ സാക്ഷ്യം പറയുക തന്നെ ചെയ്തിട്ടുണ്ട്. ഇതിനെല്ലാം ഈശോയ്ക്കും അമ്മ മാതാവിനും ഒരുപാട് നന്ദി അർപ്പിക്കുന്നു. അമ്മ മാതാവിനും ഈശോ തിരുക്കുമാരനും കോടാനുകോടി നന്ദി. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് വിജയം നൽകുന്ന ദൈവത്തിന് നന്ദി. എൻ്റെ പേര് ജിസ്ന ജോബി. ഞാൻ വരുന്നത് എറണാകുളം ജില്ലയിലെ ഊരക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ്, ഇടവകയിൽ നിന്നാണ്. 2024 നവംബർ 10 ഞാനിവിടെ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുക്കാനുണ്ടായ കാരണം ജർമ്മനിയിലേക്ക് മാസ്റ്റേഴ്സ് പഠിക്കാൻ പോകുന്നതിന് വേണ്ടിയിട്ടായിരുന്നു. ഇതിനു മുന്നേ കൃപാസനത്തെ പറ്റി ഞാൻ കേൾക്കുകയും അറിയുകയൊക്കെ ഉണ്ടായിരുന്നു. കൂടുതലായി ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും നടക്കുമെന്നുള്ള ആ ഒരു ചെറിയ കാര്യം മാത്രമേ എനിക്ക് അറിയുന്നുള്ളൂ. കൂടുതൽ ആത്മീയമായിട്ടുള്ള കാര്യങ്ങളൊന്നും എനിക്ക് ഇതിനെപ്പറ്റി അറിയില്ലായിരുന്നു. അഖണ്ഡ 2024 ഒക്ടോബർ മാസത്തിലെ അഖണ്ഡ ജപമാല റാലിയിൽ അർത്തുങ്കൽ പള്ളിയിലേക്ക് ഞാൻ വരികയും അമ്മ മാതാവിനോട് എൻ്റെ മാസ്റ്റേഴ്സിൻ്റെ റിജക്ഷൻ്റെ കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്തു. പിന്നീട് ഒരു ചേച്ചി മുഖാന്തരം ജർമ്മനിയിലെ ഒരു ഏജൻറ്റ് വഴി 2025 സമ്മർ ഇൻടേക്കിലേക്കുള്ള പ്രോസസ്സിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുകയുണ്ടായി. പക്ഷേ അതൊക്കെ റിജക്ഷൻ ആയിരുന്നു. കാരണം ഞാനൊരു കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ടാണ്. എനിക്ക് ഇൻ്റർനാഷണൽ മാനേജ്മെൻറ്റ് കോഴ്സിന് തക്കതായ എക്സ്പീരിയൻസോ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് എല്ലാം റിജക്ഷനായിരുന്നു വന്നുകൊണ്ടിരുന്നത്. അന്നേരം ഞങ്ങൾ ഉടമ്പടി എടുത്തിട്ട് 75 ദിവസമായിരുന്നു തരുന്നുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഇവിടെ വന്ന് അച്ഛനെ കാണണമെന്നുണ്ട്. പക്ഷേ അവിടുത്തെ അവർ പറഞ്ഞു ഉടമ്പടി പുതുക്കാതെ 90 ദിവസം കഴിയാണ്ട് അച്ഛനെ കാണാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങളവിടെ കരഞ്ഞു പറഞ്ഞുകൊണ്ട് അവർ ഞങ്ങൾക്ക് എഴുതി തന്നു, അച്ഛനെ കാണാനുള്ള ബ്ലെസ്സിങ്ങിന് വേണ്ടിയിട്ട് എഴുതി തന്നു. പക്ഷേ ഞാനിവിടെ അച്ഛനെ ചെന്ന് കണ്ടു. അച്ഛനോട് ആ പേപ്പർ കാണിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു എന്നെ അച്ഛൻ ചീത്ത പറയും, കാരണം ഉടമ്പടി പുതുക്കിയിട്ടില്ല, എന്ത് ചെയ്യണമെന്ന് അറിയുമില്ല. അപ്പം ഞാൻ അച്ഛനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു. പക്ഷേ അച്ഛനെ എന്നോടൊന്നും പറഞ്ഞില്ല, ചീത്ത പറയുകയൊന്നും ചെയ്തില്ല. ആ ആഴ്ചത്തെ ധ്യാനത്തിൽ അച്ഛൻ പറഞ്ഞു, നിങ്ങളോട് ബ്ലെസ്സിങ്ങിൽ അച്ഛൻ ഒന്നും പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട, നിങ്ങളുടെ വിഷയം മാതാവ് ഏറ്റെടുത്തിട്ടുണ്ട്, നിങ്ങൾ പേടിക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞു. പിന്നീട് അടുത്ത ഇൻടേക്കിൽ ഒക്ടോബർ ഇൻടേക്കിലേക്കുള്ള പ്രോസസ്സിങ് ആരംഭിച്ചു. പിന്നെ റിജക്ഷൻ ആയിരുന്നു വന്നുകൊണ്ടിരുന്നത്. പിന്നെയും ഇൻ്റർനാഷണൽ മാനേജ്മെൻറ്റിൻ്റെ ഒരു 3 കോഴ്സ് വെക്കുകയും പിന്നെ ആ ചേച്ചി പറഞ്ഞു നമുക്ക് 50-50 ചാൻസിൽ താൻ കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് അല്ല സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ ഒരു കോഴ്സ് വെക്കാൻ പറഞ്ഞു. പക്ഷേ കിട്ടാൻ ചാൻസ് ഇല്ല, എന്നാലും വെച്ച് നോക്കാം എന്ന് പറഞ്ഞു. വെച്ചു. പക്ഷേ കോഴ്സൊന്നും കിട്ടിയില്ല. ഞാൻ അതിന് മുന്നേ തന്നെ ഒരു പേപ്പറിൽ എനിക്ക് ഇനി 4 യൂണിവേഴ്സിറ്റിയും കൂടെ ഉള്ളൂ. അതിനകത്ത് 3 കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ടിലെയും 1 സയൻസ് ബാക്ക്ഗ്രൗണ്ടിലെ കോഴ്സുമായിരുന്നു. അപ്പോൾ ഈ സയൻസ് ബാക്ക്ഗ്രൗണ്ടിലെ കോഴ്സിന് എനിക്ക് റിജക്ഷൻ വന്നു. അപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, എനിക്ക് എന്താ മാതാവ് ഇങ്ങനെ എല്ലാത്തിനും റിജക്ഷൻ വന്നെ എന്ന് പ്രാർത്ഥിച്ചു. കൂടാതെ എനിക്കൊരു വചനവും കിട്ടി, ഞാൻ നിന്നോട് കൂടെ വരികയും നിനക്ക് ആശ്വാസം നൽകുകയും ചെയ്യും എന്നുള്ള വചനം എന്നെ കൂടുതലായിട്ട് പ്രചോദിപ്പിച്ചു. ഞാൻ അതിനെക്കുറിച്ച് പ്രാർത്ഥിച്ചു. പിന്നെ എനിക്ക് കിട്ടിയ വേറൊരു വചനം എന്താണെന്ന് പറഞ്ഞാൽ, അവർ നിന്നെ തോൽപ്പിക്കാൻ ഒരുങ്ങുമ്പോൾ ഞാൻ വന്ന് നിന്നെ സഹായിക്കും. അപ്പോൾ എനിക്ക് റിജക്ഷൻ വന്ന യൂണിവേഴ്സിറ്റി തന്നെ എന്നെ തിരിച്ചു വിളിച്ചു. യൂണിവേഴ്സിറ്റി ഓഫർ ലെറ്റർ വന്നു. ഓഫർ ലെറ്റർ വന്നിട്ട് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, അമ്മ മാതാവ് എനിക്ക് സുഗന്ധാഭിഷേകം കിട്ടില്ല എന്ന് വെച്ചോ, എനിക്ക് മഴവിൽ കണ്ടില്ല എന്ന് വെച്ചോ ഞാൻ പരാതി പറയുമൊന്നുമില്ല. പക്ഷേ ഞാൻ വാശി പിടിക്കും. എനിക്ക് അമ്മ പ്രതീക്ഷയായ ദിവസം ഒരു 7-ാം തീയതി ഒരു ശനിയാഴ്ച ഒരു ചൊവ്വാഴ്ച എനിക്ക് അമ്മ മാതാവിൻ്റെ ദിവസം തന്നെ എനിക്ക് വിസ വരണം, എനിക്ക് ജർമ്മനിയിലേക്ക് പോകണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ ജൂലൈ 7-ാം മാസം എനിക്ക് ഓഫർ ലെറ്റർ വരികയും പിന്നീടുള്ള കാര്യങ്ങൾ ഞാൻ പ്രതീക്ഷിക്കാത്ത രീതിയിൽ തന്നെ പെട്ടെന്ന് ഓരോ കാര്യങ്ങൾ നടക്കുകയും ചെയ്യും. ബാങ്കിൽ പോവുകയും വെഞ്ചരിച്ച ഉപ്പ് ഞാൻ ബാങ്കിലിട്ട്
വിശ്വാസപ്രമാണം ചൊല്ലി ബാങ്കിൽ പ്രാർത്ഥിക്കുകയും ചെയ്തു. ഞാൻ ബാങ്കിൽ പോകുന്ന ദിവസം ഉപ്പിടാണ്ട് ചെന്ന ദിവസം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡിലേ ആവുകയും ഉപ്പിട്ട് പ്രാർത്ഥിക്കുന്ന ദിവസങ്ങളെല്ലാം എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് പെട്ടെന്ന് നടക്കുകയും ചെയ്തു. പിന്നീട് VFSൻ്റെ ഡേറ്റിനായിരുന്നു. എന്നോട് ആ ഏജൻറ്റ് പറഞ്ഞു VFSൻ്റെ ഡേറ്റ് കിട്ടാൻ പാടാണ്, അല്ലെങ്കിൽ നമ്മൾ 5,000 25,000 രൂപയൊക്കെ കൊടുത്ത് VFSൻ്റെ ഡേറ്റ് എടുക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞു. പക്ഷേ മാതാവേ എനിക്ക് തരണേ, ഇത്രയും മാതാവ് എത്തിച്ച് മാതാവ് എന്തായാലും എനിക്ക് തരുമെന്നുള്ള വിശ്വാസം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒരു ദിവസം എന്നും ഞാൻ മുട്ടുമേൽ പ്രാർത്ഥിക്കാറ്, എൻ്റെ സങ്കടങ്ങൾ മാത്രമേ ഞാൻ പറയുള്ളൂ. പക്ഷേ ഒരു ദിവസം VFSന് ഇങ്ങനെ ഡിലേ വന്നപ്പോൾ ഞാൻ ഈശോയോട് ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിച്ചു. ഒന്നും വേണ്ട, 3-ാമത്തെ ദിവസം എൻ്റെ ഈശോ ലോകത്തിന് അത്ഭുതമായ പോലെ 3-ാമത്തെ ദിവസമെങ്കിലും എനിക്ക് VFSനുള്ള ഡേറ്റ് കിട്ടണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ച അന്ന് തന്നെ എനിക്ക് പൈസയൊന്നും കൊടുക്കാണ്ട് VFSനുള്ള ഡേറ്റ് കിട്ടി. 19-ാം തീയതി ആയിരുന്നു എൻ്റെ VFS. അപ്പോൾ ഞാൻ അമ്മ മാതാവിനോട് പറഞ്ഞു, വിസ കിട്ടിയാലും ഇല്ലെങ്കിലും ഞാൻ ഇവിടെ വന്നിട്ട് ഞാൻ പൊട്ടിച്ച് വായിക്കുകയുള്ളൂ, നോക്കുകയുള്ളൂ, റിജക്ഷൻ ആയാലും ഒന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അടുത്ത ധ്യാനത്തിൽ അച്ഛൻ പറഞ്ഞു, ജർമ്മൻ വിസ വെക്കുന്നവർ എൻ്റെ ഹിതമല്ല ദൈവത്തിൻ്റെ ഹിതം നിറവേറട്ടെ എന്ന് പ്രാർത്ഥിച്ചാൽ മതിയെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വിസ എനിക്ക് ശനിയാഴ്ച വന്നു. അതും 27-ാം തീയതി ശനിയാഴ്ചയാണ് എനിക്ക് വന്നത്. ഞാൻ ഒന്നും നോക്കിയില്ല, തുറന്നു നോക്കിയില്ല, നേരെ ഇങ്ങോട്ട് വന്നു. ഉച്ചയ്ക്കാണ് വന്നത്, എറണാകുളത്ത് നിന്നാണ് വരുന്നത്. ഞാൻ ഇവിടെ വന്നു, അവിടെ ഇരുന്നു, ബാക്കിൽ ആരും ഉണ്ടായില്ല. ഞാൻ എന്താ ചെയ്യണമെന്നറിയില്ല, ഞാൻ തുറന്നു നോക്കി, അതിനകത്ത് വിസ ഉണ്ടായിരുന്നു. അമ്മ മാതാവിന് കോടാനുകോടി നന്ദി. ഇന്നലെ ശനിയാഴ്ച വിസ വന്നു. ഇന്നലെ ടിക്കറ്റിനുള്ള ഡേറ്റ് എടുത്തു. ഒക്ടോബർ 3-ാം തീയതി വെള്ളിയാഴ്ച 11 മണിക്ക് ഞാൻ ജർമ്മനിലേക്ക് പോവുകയാണ്. ഇത്രയും നന്ദി അമ്മ മാതാവിനെ ഈശോയ്ക്ക് കോടാനുകൂടി നന്ദി. കാരുണ്യപ്രവൃത്തി ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് എല്ലാ ശനിയാഴ്ചയും ഞങ്ങൾ ഒരു 10 കെട്ട് പൊതിച്ചോറ് കൊണ്ട് എല്ലാവർക്കും കൊടുക്കുമായിരുന്നു. പിന്നെ ആശുപത്രിയിൽ രോഗികളായിരിക്കും പൈസ കൊടുക്കുമായിരുന്നു. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഇവിടുന്ന് എല്ലാ മാസവും പത്രക്കെട്ട് മേടിക്കുകയും ആശുപത്രി കൊടുക്കുകയും രോഗികൾക്ക് പൈസ കൊടുക്കുകയും പിന്നീട് രാത്രിയെന്നോ പകലെന്നോ ഇല്ല, രാത്രി ആയാലും ഞങ്ങൾക്ക് അറിയില്ലാത്ത സ്ഥലങ്ങളിലാണ് ഞങ്ങൾ പത്രം കൊണ്ടേ കൊടുക്കുകയുള്ളൂ. അറിയില്ലാത്ത വീടുകളിൽ കൊണ്ട് കൊടുക്കും. ഞങ്ങളുടെ സ്ഥലത്തുള്ള ആർക്കും ഞാൻ പത്രം കൊണ്ടേ കൊടുക്കില്ല. എല്ലാ വീടുകളിലും രാത്രി ആയാലും സന്ധ്യ ആയാലും ഒന്നും ഞാൻ നോക്കില്ല, അവിടെ ചെന്ന് ഞാൻ പറയും. ചില വീടുകളിൽ ചെല്ലുമ്പോൾ അവർ മറ്റേ പെന്തക്കോസ്തി ആൾക്കാരൊക്കെ പറയും, ഞങ്ങൾക്ക് മാതാവിന് വിശ്വാസമില്ല, ഞങ്ങൾക്ക് ഈശോയിൽ മാത്രമേ വിശ്വാസമുള്ളൂ എന്നൊക്കെ പറയും. അന്നേരം ഞാൻ തർക്കിക്കാനൊന്നും ഞാൻ പോകാറില്ല. ഞാൻ പറയും, അമ്മ മാതാവ് ഇവരെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങും. പിന്നെ ഓട്ടോ സ്റ്റാൻഡുള്ളവർക്ക് ഞാൻ വചനം പറഞ്ഞു കൊടുക്കും. മനുഷ്യരാൽ അസാധ്യമായത് ദൈവത്താൽ സാധ്യമാണെന്ന് തന്നെ ഞാൻ പറയും. പിന്നെ ഞാൻ കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കുന്നുണ്ടായിരുന്നു. കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കുമ്പോൾ തന്നെ ഞാൻ അവരോട് പ്രാർത്ഥിച്ചിട്ട് ഈ വചനം പറഞ്ഞു കൊടുക്കും. അവരത് ഏറ്റു പറയും. അത് ഏറ്റു പറഞ്ഞിട്ട് മാത്രമേ ഞങ്ങൾക്ക് ട്യൂഷൻ എടുത്ത് കൊടുക്കുകയുള്ളൂ. അവരോട് ഞാൻ പള്ളിയിൽ പോകാൻ പറയും, പ്രാർത്ഥിക്കാൻ പറയും, ഈശോയോട് നിങ്ങൾ സംസാരിക്കാൻ പറയും. എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രാർത്ഥനയേക്കാൾ കൂടുതൽ കുഞ്ഞുങ്ങളുടെ പ്രാർത്ഥന ഈശോ കേൾക്കും. അപ്പോൾ ഞാൻ അവിടെ പറഞ്ഞ് പ്രാർത്ഥിക്കും. ഇതൊക്കെയാണ് ഞാൻ ഇത്രയും നന്ന അമ്മ മാതാവിന് ഈശോയ്ക്കും കോടാനുകൂടുന്നത്. എൻ്റെ സ്വഭാവത്തിൽ വന്ന മാറ്റങ്ങൾ പറയുമ്പോൾ വചനത്തിൽ കൂടുതൽ വിശ്വസിക്കാൻ ഞാൻ പഠിച്ചു. കൂടുതൽ എന്തെങ്കിലും പ്രതിസന്ധി വന്നു കഴിഞ്ഞാൽ എനിക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ വചനങ്ങൾ കിട്ടി. 1 ദിനവൃത്താന്തം 4:10. ദൈവമേ അങ്ങനെ അനുഗ്രഹിച്ച് എൻ്റെ അതിരുകൾ വിസ്തൃതമാക്കണമേ, അങ്ങയുടെ കരം എന്നോടുകൂടി ഇരിക്കുകയും സകല വിപത്തുകളിൽ നിന്ന് കാത്തുകൊള്ളുകയും ചെയ്യണമേ. അവൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു. ഇങ്ങനെ തന്നെ ഞാൻ പറഞ്ഞ് പ്രാർത്ഥിക്കും, അവൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു, എൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു, എൻ്റെ കേട്ടിട്ടുണ്ട് ഞാൻ പറഞ്ഞ് പ്രാർത്ഥിക്കും. കൂടുതൽ എന്തെങ്കിലും പ്രതിസന്ധി വന്നാൽ എന്തെങ്കിലും വചനമുണ്ട്, വിശ്വസിച്ച് പ്രാർത്ഥിക്കാൻ എന്തെങ്കിലും വചനമുണ്ട്. ഞാൻ അരമണിക്കൂറിൽ കൂടുതൽ ഇരുന്ന് വചനം വായിക്കും. ഞാനത് പഠിക്കും, ഉള്ളിൽ നിന്ന് പഠിക്കും. ഓരോ വചനവും ഏത് പ്രതിസന്ധി വന്നാലും എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ എൻ്റെ കൂടെ ഉണ്ടാവുന്ന വചനങ്ങൾ ഏറ്റു പറഞ്ഞ് ഓരോ പ്രതിസന്ധി വന്നാലും വിസയുടെ തടസ്സങ്ങളൊന്നും ഒന്നുമില്ലാതെ എന്നെ ഇത്രയും അനുഗ്രഹിച്ച ദൈവത്തിന് 1000 നന്ദി.